the least impacted sector of the Indian economy by the pandemic related disruptions as per Economic Survey 2021-22. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പാൻഡമിക് നമ്മുടെ കോവിഡ് സമയത്തുണ്ടല്ലോ, COVID-19 പാൻഡമിക് വന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ഏറ്റവും കുറവ് ആഘാതം സംഭവിച്ച മേഖല ഏതെന്നാണ്. അപ്പൊ നമുക്കറിയാം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുക അല്ലെ. അപ്പോൾ നമ്മുടെ COVID-19 ഭാഗമായിട്ട് ഏത് മേഖലയിലാണ് ഏറ്റവും കുറവ് ആഘാതം ഉണ്ടായതെന്നാണ് ചോദ്യം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആസ് പെർ എക്കണോമിക് സർവേ 2021-22. ഇപ്പൊ 2021-22 എക്കണോമിക് സർവേ പ്രകാരം. അപ്പോൾ 2021-22 എക്കണോമിക് സർവേ എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ COVID-19 വന്ന സമയത്ത് 3 മേഖലകളിലെയും, അതായത് പ്രൈമറി സെക്ടർ ആയിക്കോട്ടെ, സെക്കൻഡറി സെക്ടർ ആയിക്കോട്ടെ, ടെർഷറി സെക്ടർ. പ്രൈമറി എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ കാർഷിക മേഖല, സെക്കൻഡറി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യാവസായിക മേഖല, ടെർഷറി എന്ന് പറയുന്നത് സർവീസ് സെക്ടർ സേവന മേഖല. ഈ 3 മേഖലകളിലും തകർച്ച നേരിടാതെ പിടിച്ചു നിന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന അഗ്രികൾച്ചർ സെക്ടർ മാത്രമാണ്. അതായത് പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായത്. പോസിറ്റീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഉൽപാദനത്തിൽ വർധനവുണ്ടായ ഒരേ ഒരു മേഖല കാർഷിക മേഖല മാത്രമാണ് COVID-19 സമയത്ത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കുറവ് ഇമ്പാക്ട് ഉണ്ടായ മേഖല അഗ്രികൾച്ചർ പ്രൈമറി സെക്ടർ. അതേസമയം മറ്റ് 2 മേഖലകളിലും നമുക്ക് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് കാണാൻ പറ്റുക. അതായത് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പെർഫോമൻസ് താഴോട്ട് പോയി, അതിന്റെ ഉൽപാദനം പ്രൊഡക്ഷൻ താഴോട്ട് പോകുന്ന കാണാൻ പറ്റുന്നു സെക്കൻഡറിയിലും ടെർഷറിയിലും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഇമ്പാക്ട് ചെയ്ത് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് എക്കണോമിക് സർവേയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എക്കണോമിക് സർവേ ബജറ്റ് എന്ന് പറയുന്ന പോർഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ ഒരു ചോദ്യം കാണുമ്പോൾ മനസ്സിലാകുന്നു. ഇതിന്റെ ആൻസർ ഏറ്റവും കുറവ് ഇമ്പാക്ട് ഉണ്ടായത് COVID-19 അഗ്രികൾച്ചർ സെക്ടർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓർ വെയർ ദ റീസൺസ് ഫോർ ദ എക്കണോമിക് ലിബറലൈസേഷൻ ഓഫ് 1991 ഇൻ ഇന്ത്യ? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 1991 LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അറിയാമല്ലോ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, നമ്മളതിനെ നവ ലിബറൽ നയങ്ങൾ അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് റിഫോംസ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓർ വെയർ ദ റീസൺ? ഈ പറയുന്ന 1991 ഈ ഒരു ലിബറൽ നയങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, LPG പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചോദ്യങ്ങൾ പലപ്പോഴും PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിനുള്ള കാരണങ്ങൾ, ഈ 91 റിഫോംസ് പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ. ഓപ്ഷൻസ് നോക്കാം. 1, ഹൈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് വലിയ രീതിയിൽ ധനക്കമ്മി. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ധനക്കമ്മി, അതായത് ഗവൺമെന്റിന്റെ ചിലവുകൾ വരുമാനത്തിനേക്കാളും കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഗവൺമെന്റിന് കൂടുതൽ കടം എടുക്കേണ്ടി വന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗവൺമെന്റ് ചിലവുകൾ വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ധനക്കമ്മി വളരെയധികം കൂടുതലാണ്. ധനക്കമ്മി എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു വർഷം എടുക്കുന്ന ടോട്ടൽ ബോറോയിങ്സ് ധനക്കമ്മിക്ക് തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഗവൺമെന്റ് ചിലവുകൾ മീറ്റ് ചെയ്യാൻ ഗവൺമെന്റ് വരുമാനം കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഗവൺമെന്റ് കൂടുതൽ കടമെടുത്തു. രണ്ടാമത്തത് റൈസിംഗ് പ്രൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്, അതായത് സാധാരണ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ കൂടുന്നുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ. അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഗൾഫ് യുദ്ധം നടക്കുന്നുണ്ട്, പെട്രോൾ അതുപോലുള്ള ക്രൂഡ് ഓയിലിന്റെ വില കൂടുതലാണ്. വിദേശത്ത് നിന്ന് കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ, പെട്രോൾ ഉറപ്പായിട്ടും വില കൂടുമ്പോൾ മറ്റ് അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നു. അത് ഇൻഫ്ലേഷന് കാരണമായി. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതും ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളുടെ വില വർധനവ്, അതും ശരിയാണ്. 3, ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണ്യത്തിന്റെ കരുതൽ. അപ്പോൾ വിദേശ നാണ്യത്തിന്റെ കരുതൽ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മുടെ വിദേശ നാണ്യം, ഡോളർ, യൂറോ, പൗണ്ട് അതുപോലുള്ള വിദേശ നാണ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ കയ്യിലുണ്ടാകും. അതിന്റെ കരുതൽ സൂക്ഷിക്കുന്ന എവിടെയാ? RBIയിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു കരുതൽ വളരെ കുറവായിരുന്നു. ആ കരുതൽ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്ത് നിന്ന് നമുക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിയേ, ഇന്ത്യയുടെ കയ്യിൽ വിദേശ നാണ്യത്തിന്റെ കരുതൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ 2 ആഴ്ച സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള വിദേശ നാണ്യം മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും ശരിയാണ്. ഇനി അടുത്തത് സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ എക്കണോമി. എക്കണോമിയുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കാതലായിട്ടുള്ള ഒരു മാറ്റമുണ്ടായി, ഘടനാപരമായിട്ടുള്ള മാറ്റമുണ്ടായി. അതും ന്യൂ എക്കണോമിക് റിഫോംസിന് കാരണമാണ്. ശരിയാണോ? അല്ല. കാരണം ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കിയപ്പോഴാണ്
നമുക്ക് ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടായത്. അല്ലാതെ അത് നടപ്പിലാക്കാനുള്ള ഒരു കാരണമല്ല ഘടനാപരമായിട്ടുള്ള മാറ്റം. അതിന്റെ അർത്ഥം ഓപ്ഷൻ 4 ആൻസറിൽ വരത്തില്ല. 1, 2, 3 മാത്രമേ വരത്തുള്ളൂ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. അപ്പൊ ഘടനാപരമായിട്ടുള്ള മാറ്റം ലിബറലൈസേഷൻ വഴി സംഭവിച്ചതാണ്, അല്ലാതെ ലിബറലൈസേഷൻ നടപ്പിലാക്കാനുള്ള ഒരു കാരണമല്ല ഘടനാപരമായിട്ടുള്ള മാറ്റം. മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മോണിറ്ററി പോളിസി. പണനയം, മോണിറ്ററി പോളിസി അറിയാലോ, പണനയം. RBI അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി, പണനയം അല്ലെ. എന്തിനാ RBI മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്നത്? അപ്പൊ RBI ഒരു മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്നത് വഴി എക്കണോമിയിലോട്ട്, എക്കണോമി എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ അല്ലെ, ജനങ്ങൾ ചേരുന്നതാണല്ലോ സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥയിലോട്ട് കൂടുതൽ കാശ് എത്തിക്കാനും സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കാശ് അബ്സോർബ് ചെയ്യാനും വേണ്ടി RBI അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി, പണനയം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI കട്ട് ദ CRR. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഇതെല്ലാം തന്നെ പണനയത്തിന്റെ ഭാഗമായിട്ട് RBI അനൗൺസ് ചെയ്യുന്ന ടൂളുകളാണ്. അതായത് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് RBI മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇൻഫ്ലേഷൻ സമയത്ത് CRR കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? പണപ്പെരുപ്പം അല്ലെ, പണപ്പെരുപ്പം. അതായത് ജനങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, ജനങ്ങളുടെ കയ്യിലെല്ലാം കൂടുതൽ കാശിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, അപ്പോൾ സാധനങ്ങളുടെ വില വർധന ഉണ്ടാവുന്നു. അങ്ങനത്തെയാണ് ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ കാശ് എത്തിക്കുകയല്ല വേണ്ടത്, പകരം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് നമ്മൾ RBI ബാങ്കുകൾ വഴി അബ്സോർബ് ചെയ്തുകൊണ്ട് പോവുകയാണ് വേണ്ടത്. ഇവിടെ പറയുന്നത് ഡ്യൂറിംഗ് പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI കട്ട് CRR. അപ്പൊ എന്താണ് CRR എന്നുള്ളത് അറിഞ്ഞിരിക്കുക. CRR എന്ന് പറയുന്നത് നമുക്കറിയാം, ബാങ്കുകളുണ്ടല്ലോ, ബാങ്കുകളിലോട്ട് നിക്ഷേപങ്ങൾ വരാറുണ്ട് അല്ലെ, ബാങ്കുകളിലോട്ട് ഡെപ്പോസിറ്റുകൾ വരാറുണ്ട്. ഈ പൈസയാണ് ബാങ്കുകൾ ജനങ്ങൾക്ക് ലോണുകളായിട്ട് കൊടുക്കുന്നത് അല്ലെ. ബാങ്കുകളിൽ വരുന്ന നിക്ഷേപങ്ങളാണല്ലോ ബാങ്ക് ലോൺ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ 100 രൂപ വന്നാൽ ബാങ്ക് അത് മുഴുവനായിട്ട് ലോൺ കൊടുക്കില്ല, ഒരു 80 രൂപയായിരിക്കും ലോൺ എടുക്കുക. ബാക്കി CRR ആയി സൂക്ഷിക്കും. CRRും SLRും എന്ന് വെച്ചാൽ കരുതലായിട്ട് സൂക്ഷിക്കുന്നതാണ് CRR. ഓക്കെ, അപ്പൊ എത്രത്തോളം കൂടുതൽ CRRും SLRും കരുതൽ സൂക്ഷിക്കുന്നു അത്രത്തോളം കുറച്ച് മാത്രമേ ജനങ്ങൾക്ക് ലോൺ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ സമയത്ത് CRR കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? CRR കുറയ്ക്കുന്നു, 20 രൂപയിൽ നിന്ന് 10 രൂപയായിട്ട് കുറച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 90 രൂപ ലോൺ കിട്ടും, കൂടുതൽ കാശ് ലോൺ കിട്ടും അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ. ഇൻഫ്ലേഷൻ സമയത്ത് CRR കുറയ്ക്കുകയില്ല, RBI കട്ട് CRR കുറയ്ക്കുകയില്ല, CRR കൂട്ടുന്നു. രണ്ടാമത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിപ്രഷൻ, നേരെ ഓപ്പോസിറ്റ്, എക്കണോമി വളർച്ചയില്ല, ജനങ്ങളുടെ കയ്യിലൊന്നും കാശില്ല. ആ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കണം അല്ലെ. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ CRR കുറയ്ക്കണം, അവിടെ CRR റെഡ്യൂസ് ചെയ്യണം, കട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ പറയുന്നു RBI ഹൈക്ക് CRR വർദ്ധിപ്പിക്കുന്നു. അതും തെറ്റാണല്ലോ. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നെയ്തർ 1 nor 2 ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയല്ല. നെയ്തർ 1 nor 2 ആർ കറക്റ്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണ്? നമ്മുടെ ഇൻഫ്ലേഷൻ സമയത്ത്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം കൂടുതലുള്ള സമയത്ത് CRR കൂട്ടുന്നു. CRR കൂട്ടുക എന്ന് വെച്ചാൽ ജനങ്ങളെ കയ്യിലോട്ട് വരുന്ന മണി സപ്ലൈ, പൈസയുടെ അളവ് കുറയുന്നു. അതേസമയം ഡിപ്രഷൻ സമയത്ത്, ജനങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത സമയത്ത് CRR എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുന്ന സമയത്ത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. വിച്ച് 5-year പ്ലാൻ അഡോപ്റ്റഡ് ദ മഹലനോബിസ് മോഡൽ ഫോർ ദ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിന്റെ ഭാഗമായിട്ട് മഹലനോബിസ് മോഡൽ എന്ന് പറയുന്ന മോഡൽ അഡോപ്റ്റ് ചെയ്ത പഞ്ചവത്സര പദ്ധതി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പറയാറുണ്ട്. ഹാരോഡ് ഡോമർ മോഡൽ എന്നാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിനെ പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മഹലനോബിസ് മോഡൽ. അപ്പൊ PC മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്ന മാതൃകയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് നമുക്കറിയാം, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹം നേതൃത്വം കൊടുത്തൊരു മാതൃക. കാരണം ആക്ച്വലി എന്താണ്, അദ്ദേഹം 1956 ഇൻഡസ്ട്രിയൽ പോളിസി, വ്യാവസായിക നയം. അപ്പോൾ 1956 വ്യാവസായിക നയമാണ് മഹലനോബിസ് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യാവസായിക നയത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രൂപം കൊള്ളുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിനെ മഹലനോബിസ് മാതൃക, മഹലനോബിസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് മോഡൽ, അത് പ്രാധാന്യം കൊടുത്ത് എന്തിനാണ്? ഇൻഡസ്ട്രീസ്, വ്യാവസായിക മേഖലയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ നികുതിനെ നിയന്ത്രിക്കുന്ന ബോർഡുകളെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. അവിടെ നോക്കി, നമുക്കറിയാം ഇന്ത്യയിൽ 2 തരത്തിലുള്ള നികുതി ഉണ്ട് അല്ലേ? ഡയറക്റ്റ് ടാക്സസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സസും ഉണ്ട്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഉള്ളതായിട്ട് അറിയാമല്ലോ. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് CBDC അല്ലെങ്കിൽ CBDT, അതായത് സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്റ്റ് ടാക്സസ്. ഇപ്പൊ ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്റ്റ് ടാക്സസും പരോക്ഷ നികുതികളെ നിയന്ത്രിക്കുന്നതാണെങ്കിലോ സെൻട്രൽ ബോർഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ ആർ ഓവർസീൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കത് ശരിയാണെന്ന് അറിയാം അല്ലേ? ഇന്ത്യയിൽ ഡയറക്റ്റ് ടാക്സുകളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ശരി. ഇൻഡയറക്റ്റ് ടാക്സുകളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. നമ്മളിവിടെ പറഞ്ഞല്ലോ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സുകളെ നിയന്ത്രിക്കുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഇൻഡയറക്റ്റ് ടാക്സുകളെ നിയന്ത്രിക്കുന്ന ബോർഡാണ്. രണ്ടാമത്, ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ ആർ ഓവർസീൻ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെയല്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശരി, 2 തെറ്റ്. ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ ആർ ഓവർസീൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഓവർസീൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റം. അതും തെറ്റാണ്. അടുത്ത്, ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ ആർ ഓവർസീൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് എക്സൈസ്. അതും തെറ്റാണ്. ഇവിടെ ആൻസർ 1 ഓൺലി. ബാക്കിയെല്ലാം തന്നെ വെറുതെ നമ്മളെ തെറ്റിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഓപ്ഷൻസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ശരി. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇൻഡയറക്റ്റ് ടാക്സിനെ നിയന്ത്രിക്കുന്ന ബോർഡിന്റെ പഴയ പേര് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നായിരുന്നു. GST വന്നതിന് ശേഷമാണ് അതിന്റെ പേര് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നാക്കി മാറ്റിയത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A 1 ഓൺലി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? പഞ്ചവത്സര പദ്ധതികൾ, 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. The second 5-year plan was a big success despite of the scarcity of foreign exchange reserve. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയൊരു സക്സസ്, ഹ്യൂജ് സക്സസ് ആയിരുന്നു, വൻ വിജയമായിരുന്നു. ഡിസ്പൈറ്റ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, നമ്മുടെ വിദേശ നാണ്യത്തിന്റെ കരുതൽ വളരെ കുറവായിരുന്നെങ്കിൽ പോലും നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റാണ്. സെക്കൻഡ് 5-year പ്ലാൻ സക്സസ് ആണ്, പക്ഷെ ഒരു മോഡറേറ്റ്ലി സക്സസ് ആയിരുന്നു, ഒരു ഇടത്തരം, അതായത് ഒരു നിയർ സക്സസ് ആയിരുന്നു, ഒരു ബിഗ് സക്സസ് ആയിരുന്നില്ല എന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദ സെക്കൻഡ് പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ വേജ് ഗുഡ് മോഡൽ. രണ്ടാം പഞ്ചവത്സര പദ്ധതി വേജ് ഗുഡ് മോഡലിനെതിരെ, മീൻസ് അതായിരുന്നു, വേജ് ഗുഡ് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം വേജ് ഗുഡ് മോഡലിനെ ബേസ് ചെയ്തിട്ടല്ല രണ്ടാം പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ മഹലനോബിസ്. PC മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഈ ഒരു PC മഹലനോബിസ് മോഡലിനെ എതിർത്ത് അവതരിപ്പിക്കുന്ന ഒരു മോഡലാണ് വേജ് ഗുഡ് മോഡൽ. പക്ഷെ അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല, ഇന്ത്യ മഹലനോബിസ് മോഡൽ സ്വീകരിക്കുന്നു. രണ്ടും തെറ്റാണ്. 3, the first plan was a great success as a production target were more than fulfilled. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഗ്രേറ്റ് സക്സസ് ആയിരുന്നു, വളരെ വിജയമായിരുന്നു, കാരണം നമ്മൾ പ്രതീക്ഷേനേക്കാളും കൂടുതൽ നേടി. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്തുമാത്രം പ്രതീക്ഷയോ അതിനേക്കാളും കൂടുതൽ നമുക്ക് നേടാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കഴിഞ്ഞു. ഇവിടെ 3 മാത്രമാണ് ശരി, 1, 2 തെറ്റ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ B ഓൺലി 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. RBIയും RBIയുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് പറയുന്നത് RBI ഹാസ് മൊണോപ്പൊളി പവർ ഓഫ് ഇഷ്യൂ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് ഓഫ് ഓൾ ഡിനോമിനേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എല്ലാ ഡിനോമിനേഷൻസിനും, അതായത് എല്ലാ ഡിനോമിനേഷൻസ് എല്ലാ സംഖ്യകളിലുള്ള നോട്ടുകളും കോയിനുകളും പ്രിന്റ് ചെയ്യാനുള്ള കുത്തക RBIക്കാണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ?
ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? RBI കുത്തകയാണോ? ഇല്ല. കാരണം ഇന്ത്യയിൽ 1 രൂപ നോട്ട് അതുപോലെ തന്നെ എല്ലാ കോയിനുകളും പ്രിന്റ് ചെയ്യുന്നത് ധനകാര്യ മന്ത്രാലയം, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയം. അതിന്റെ അർത്ഥം ധനകാര്യ മന്ത്രാലയത്തിനും കാശടിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം RBIക്ക് മൊണോപ്പൊളി ഉണ്ടോ? ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്ന് തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം അല്ലെ. പിന്നെ ബിയും സിയും മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ എലിമിനേഷൻ ഇവിടെ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു നോക്കുമ്പോൾ എയും ഡിയും ഒഴിവാക്കുന്നു, പിന്നെ ബിയും സിയും ഉണ്ട്. അതിൽ 2, 3, 4 ഓപ്ഷൻ സി 2ഉം 3. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള 2ഉം 3ഉം ശരിയാണെന്ന് നമുക്കറിയാം. 4 മാത്രം ശരിയാണോ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI റെഡ്യൂസ് CRR. ഇൻഫ്ലേഷൻ സമയത്ത് RBI CRR കുറയ്ക്കുന്നു. CRR എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബാങ്കുകളിലോട്ട് വരുന്ന ഡെപ്പോസിറ്റുകൾ ബാങ്ക് മുഴുവനായിട്ട് ലോൺ കൊടുക്കാറില്ല. അതിന്റെ ഒരു നിശ്ചിത ഭാഗം CRRഉം SLRുമായി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ എത്രത്തോളം കൂടുതൽ CRRഉം SLRും സൂക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം ജനങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ പണപ്പെരുപ്പം, ഒരുപാട് കാശുള്ളത് കൊണ്ട് തന്നെ RBI ബാങ്കുകളുടെ അടുത്ത് പറയും നിങ്ങൾ കൂടുതൽ CRR, കൂടുതൽ SLR മാറ്റി വെക്കണം, ജനങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ മതി. പക്ഷെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI റെഡ്യൂസ് CRR. ഇൻഫ്ലേഷൻ സമയത്ത് RBI പറയുന്നു CRR കുറയ്ക്കുക, ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കുക. തെറ്റല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? 4 തെറ്റല്ലേ? 4 തെറ്റെന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? 4 തെറ്റിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി അങ്ങ് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയിലോട്ട് എത്താം. അപ്പൊ എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എന്ന് ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാകുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് ലിസ്റ്റ് 1ൽ കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2ലും കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലിസ്റ്റ് 1ലെ സ്ഥാപനങ്ങളുടെ പേരുമായിട്ട് ലിസ്റ്റ് 2ലെ സ്ഥാപനങ്ങൾ, അതായത് ഇതുമായിട്ട് ബന്ധമുള്ള സ്ഥാപനങ്ങൾ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇതില് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എലിമിനേഷൻ വർക്ക്ഔട്ട് ആകുന്നു എന്നുള്ളത് ആദ്യം നോക്കുക. ഇത് എന്തൊക്കെ സ്ഥാപനങ്ങളാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കേട്ടോ കൂടുതലും. അതായത് ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ പലപ്പോഴും കറണ്ട് അഫയേഴ്സിൽ കാണാവുന്ന ഒരു വാക്കാണ് ഫിച്ച് എന്ന് പറയുന്നത്. ഫിച്ച്, അതുപോലെ തന്നെ മൂഡീസ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ. ഈ 3 വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് 3ഉം തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ്. ലോകത്തിലെ ബിഗ് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് ഫിച്ച്, മൂഡീസ്, S&P. പലപ്പോഴും കറണ്ട് അഫയേഴ്സ് വാർത്തകളിലെ കാണാറുണ്ട്. അപ്പോൾ ഫിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. എനെ നമുക്ക് 2 ആയിട്ട് യോജിപ്പിക്കാം. A2 ആയിട്ട് യോജിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കിട്ടും. A2, B3, C1, D4. ആ ഒരു ഫിച്ച് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. അതിനുശേഷം നമുക്ക് പിന്നെയും അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാം? ഫിച്ച് അറിയാമെങ്കിൽ അടുത്ത് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ ഒന്ന് എലിമിനേഷൻ, ഒരു ഗസ് അടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന TFCA, ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. ടൂറിസം ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്. ബാക്കി ഫിച്ച് ടി ഉണ്ടെങ്കിലും അതിൽ ടൂറിസം വരുന്നില്ല അല്ലെ. TFCA ടൂറിസം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ടൂറിസം ആൻഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടൂറിസം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാ ടൂറിസം. ഓക്കെ, ഇനി അടുത്ത് CCIL ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന എന്ത് സ്ഥാപനം തന്നെയാണ്? ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ക്ലിയറൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. IFCA എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വെഞ്ചർ ക്യാപിറ്റൽ. A2, B3, A2, B3, C1, D4. A2, B3, C1, D4. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? GSTN സ്റ്റാൻഡ്സ് ഫോർ. GSTN എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെ. ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതിയാണ് GST. അപ്പൊ GST പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്ന ടേം ആണ് GSTN, GSTIN തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് GSTN. GSTN എന്ന് വെച്ചാൽ GST നെറ്റ്വർക്ക് എന്നാണ് അർത്ഥം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് GST നെറ്റ്വർക്ക്? അതായത് GST ഉണ്ടല്ലോ,
GST എന്ന് പറയുന്ന പരോക്ഷ നികുതി അടയ്ക്കുന്ന കച്ചവടക്കാരുണ്ടല്ലോ, ഈ കച്ചവടക്കാര് അവര് എലിജിബിൾ ആയിട്ടുള്ള കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് GST അടയ്ക്കാൻ വേണ്ടി ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു വെബ് പോർട്ടൽ, ഒരു വെബ്സൈറ്റ് ആണ് GSTN GST നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻഫോസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ് പോർട്ടലാണ് GST നെറ്റ്വർക്ക്. അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ വ്യാപാരികൾക്ക് കിട്ടുന്ന ഒരു നമ്പറാണ് GSTIN, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. അപ്പൊ തിരിഞ്ഞു പോരുത്, GSTN GST നെറ്റ്വർക്ക്, GSTIN എന്ന് വെച്ചാൽ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. GSTN എന്ന് പറയുന്ന വെബ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന നമ്പറാണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ഒന്ന്, ഇറ്റ് സെർവ്സ് ഇൻ സ്പിരിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും തുല്യ പ്രാതിനിധ്യം, അതായത് ഡിസിഷൻ മേക്കിംഗ്. ശരിയല്ലേ? നീതി ആയോഗിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പങ്കാളികളാണ്. ശരിയാണ്. ഇറ്റ് സെർവ്സ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. രണ്ട്, ഇറ്റ് യൂസ്ഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. നീതി ആയോഗ് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്വീകരിക്കുന്നത്. ശരിയാണ്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താ? താഴെ തട്ടിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച്, താഴെ തട്ടിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ച് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസിഷൻ എടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ നീതി ആയോഗ് അത്തരത്തിലൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. അതേസമയം മുൻഗാമിയായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിലോ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? മുകളിൽ നിന്ന് തീരുമാനമെടുക്കുന്നു, താഴെ തട്ടിൽ നടപ്പിലാക്കുന്നു. ഇനി ഇതൊരു അഡ്വൈസറി തിങ്ക് ടാങ്ക് ആണ്. ശരിയാണ്. കാരണം നീതി ആയോഗ് ഒരു അഡ്വൈസറി തിങ്ക് ടാങ്ക് ആണ്. അഡ്വൈസറി തിങ്ക് ടാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റലക്ച്വൽസ്, ഏതെങ്കിലും മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടം. അവരെന്ത് ചെയ്യുന്നുണ്ട്? പഠനങ്ങൾ നടത്തുന്നു, റിസർച്ച് നടത്തുന്നു, ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു, റിപ്പോർട്ടുകൾ പുറത്തു വിടുന്നു. നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ, ഇൻഡൈസസുകളൊക്കെ നിങ്ങൾ കാണാറില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു അഡ്വൈസറി തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാലാമത്തതോ, ഇറ്റ് ഹാഡ് പവർ ടു അലോക്കേറ്റ് ഫണ്ട്സ് ടു മിനിസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നീതി ആയോഗിന് എന്തിനുള്ള അധികാരമുണ്ട്? മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നീതി ആയോഗിന് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ മന്ത്രാലയങ്ങൾക്കും ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അത് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗിന്റെ മുൻഗാമിയായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷന് മാത്രമേ അതിനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ആർക്കില്ല? നീതി ആയോഗിന് അതിനുള്ള അധികാരമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. റിവേഴ്സ് റിപ്പോ റേറ്റ്, താഴെ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ആയിട്ട് ലിക്വിഡിറ്റി ഉണ്ടാകാറുണ്ടല്ലോ. എക്സസ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ബാങ്കുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിലുണ്ട് മണി സപ്ലൈ, അതായത് ജനങ്ങളുടെ കയ്യിലും എക്കണോമി സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മണി സപ്ലൈ, പണത്തിന്റെ അളവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ലിക്വിഡിറ്റി, ഒരുപാട് കാശുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ അത് ജനങ്ങളുടെ കയ്യിൽ ലോണുകളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്കണോമിയിൽ ലിക്വിഡിറ്റി കൂടും, മണി സപ്ലൈ കൂടും, അത് ഇൻഫ്ലേഷന് കാരണമാകും അല്ലെ? അങ്ങനെ എക്സസ് ആയിട്ട് ബാങ്കുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, അങ്ങനെ നിർത്താൻ പാടില്ല. ആ ലിക്വിഡിറ്റി ആര് അബ്സോർബ് ചെയ്യും? RBI അബ്സോർബ് ചെയ്യും. എങ്ങനെയാ? ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI പൈസ കടം മേടിക്കുന്നു. അതിനുശേഷം RBI ബാങ്കുകൾക്ക് കൊളാട്രൽ ആയിട്ട്, ഈടായിട്ട് എന്ത് കൊടുക്കുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കുന്നു. ഈ ഒരു സംവിധാനത്തിനാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. മീൻസ് അപ്പൊ റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ എന്താണ്? ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള കാശ് RBI ഇങ്ങനെ കടമായിട്ട് മേടിക്കുന്നു. മേടിച്ചതിന് ശേഷം ബാങ്കുകൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി ഈടായിട്ട് കൊടുക്കുന്നു. അത് കൊളാട്രൽ ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ, നമ്മൾ പൈസ തിരിച്ചു തരുമ്പോൾ നമുക്ക് എന്ത് തന്നാൽ മതി? ഗവൺമെന്റ് സെക്യൂരിറ്റി തിരിച്ചു തന്നാൽ മതി എന്ന് RBI ബാങ്കുകളോട് പറയുന്നു. ഇതിനാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു പലിശ നിരക്കും കൂടെ കൊടുക്കണമല്ലോ, പലിശയും കൂടെ കൊടുക്കണം. ആ പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഈ ഒരു റിവേഴ്സ് റിപ്പോയും കൂടെ ചേർന്നാണ് നമ്മൾ LAF എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറയുന്ന റിവേഴ്സ് റിപ്പോ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന RBI ഓവർനൈറ്റിലത്തേക്ക് നടത്തും. ഓവർനൈറ്റ് എന്ന് വെച്ചാൽ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക്. ഇന്ന് ബാങ്കുകളുടെ നിന്ന് കടം മേടിച്ച് നാളെ തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്?
ടേം ആയിട്ട് നടത്തും. ടേം എന്ന് വെച്ചാൽ ലോങ് ടേം, 14 ദിവസം 15 ദിവസം അങ്ങനെ ലോങ് ടേം 3 മാസം വരെയുള്ള ഒരു ടേം നിരക്കിൽ നടത്താറുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേമിലത്തേക്കും കടം മേടിക്കാറുണ്ട്. ഓവർനൈറ്റ് ആണ് ഇങ്ങനെ കടം മേടിക്കുന്നെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതേസമയം ടേം ആണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഒരു ദിവസത്തേക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റിൽ RBI പൈസ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നെങ്കിൽ അത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ലോങ് ടേമിലത്തേക്കാണെങ്കിൽ, ലോങ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് 3 മാസം വരെ, ടേമിലാണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇനി ഇവിടുത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ്സ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് at which RBI absorbs liquidity on an overnight basis from banks against collateral of eligible government security under LAF. LAFന് കീഴിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ഉപയോഗിച്ച് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്ന ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓവർനൈറ്റിൽ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ. ശരിയല്ലേ? ഓവർനൈറ്റ് ആയതുകൊണ്ട് ഫിക്സഡ് ആയിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് അബ്സോർബ് ലിക്വിഡിറ്റി ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ്. തെറ്റല്ലേ? ഓവർനൈറ്റിലാണ് നമ്മൾ റിവേഴ്സ് റിപ്പോയെങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഇവിടെ ഓവർനൈറ്റ് അല്ല, ടേം എന്നാണ് പറയുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ ഇവിടെ ഓവർനൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർനൈറ്റ് റിവേഴ്സ് റിപ്പോ ഫിക്സഡ് ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, 2 തെറ്റ്. 3 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ബാങ്ക് റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 4 പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി, അതെന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്, തുറന്ന വിപണി പ്രവർത്തനം. ഇതും തെറ്റാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓവർനൈറ്റ് ആണെങ്കിൽ, ടേം ആണെങ്കിൽ അതെന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ ഇൻ യൂണിയൻ ബജറ്റ് 2022-23? 2022-23 യൂണിയൻ ബജറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ബജറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ബജറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ആക്ച്വലി ഗവൺമെന്റിന്റെ പ്രതീക്ഷിക്കുന്ന വരവുകളും ചിലവുകളും, ഗവൺമെന്റിന്റെ പ്രതീക്ഷിത വരവുകളും ചിലവുകളും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലെ. വരാൻ പോകുന്ന വർഷത്തേക്കുള്ള വരവുകളും ചെലവുകളും ബജറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന 2022-23 ബജറ്റിലെ ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം ഏതെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാ നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. ഏതാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം? ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ്. നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി. മൊത്തം വരുമാനത്തിന്റെ 35% കടമെടുത്തിട്ടാണ്. അതേസമയം നിങ്ങളുടെ വേറെ രീതി ചോദിക്കുന്നത് ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം GST ആണ്. കണ്ടല്ലോ, ഏറ്റവും വലിയ നികുതി വരുമാനം. ഇത് 2022-23 ബജറ്റാണ്. അതേസമയം 2024-25 ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് പ്രകാരം ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാ? അത് ഇൻകം ടാക്സ് ആണ്. ഓക്കെ അല്ലേ? വരുമാനം ഏത് തന്നെയാണ്? അത് ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി തന്നെയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി. ഗവൺമെന്റ് ഏറ്റവും വലിയ റവന്യൂ ഏതെന്ന് ചോദിച്ചാൽ കടമെടുപ്പ് തന്നെയാണ്. അത് എല്ലാ വർഷവും തന്നെയാണ്, മാറ്റവും ഇല്ല. അതേസമയം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് 2022-23 ആണെങ്കിലും 2023-24 ആണെങ്കിലും ഈ 2 ബജറ്റിലും ഏറ്റവും വലിയ നികുതി വരുമാനം GST ആണെങ്കിൽ 2024-25 ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആണ്, ആദായ നികുതിയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവ് ഏതാണ്? ചിലവെന്ന് പറയുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ്, പലിശ അടവുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി ആണ് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാന മാർഗം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് GDP കോൺട്രിബ്യൂഷൻ, അതായത് ഇന്ത്യയുടെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ, അതായത് GDP-യിൽ നമ്മുടെ ദേശീയ വരുമാനം അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഓരോ സെക്ടറും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ എന്നിങ്ങനെ 3 മേഖലയിൽ നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ 3 മേഖലയിലെയും കോൺട്രിബ്യൂഷനെ പറ്റിയുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ? ഇവിടെ പറയുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ് പറയുന്നത് പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. അതായത് പ്രാഥമിക മേഖലയുടെ ഷെയർ, പ്രാഥമിക മേഖല GDP-യിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാലം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇക്കാല അളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാഥമിക മേഖലയിൽ
പ്രാഥമിക മേഖല GDP-യിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു, കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ട്, ദ പെർസെന്റേജ് ഷെയർ ഓഫ് സെക്കൻഡറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ്, അതും ശരിയാണ്. സെക്കൻഡറി സെക്ടറിന്റെ പെർസെന്റേജ് ഷെയർ, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഷെയർ വലിയ രീതിയിൽ ഉയരുന്നില്ല, നമുക്ക് പ്രതീക്ഷിച്ച അത്രയും ഒരു വളർച്ച കൈവരിക്കാൻ പറ്റുന്നില്ല, ഒരു ചെറിയ കുറവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള വരുമാനത്തിലോട്ടുള്ള GDP-യിലോട്ടുള്ള കോൺട്രിബ്യൂഷനും കുറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്ന്, ദ പെർസെന്റേജ് ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. ഇപ്പോൾ പെർസെന്റേജ് ഷെയർ ഓഫ് സർവീസ് സെക്ടർ, സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ GDP-യിൽ സേവന മേഖലയുടെ കോൺട്രിബ്യൂഷനും കുറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പക്ഷേ തെറ്റാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് മേഖലയാണ്? സർവീസ് സെക്ടർ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സേവന മേഖലയാണ് വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സർവീസ് സെക്ടറിന്റെ ഷെയർ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. അതേസമയം പ്രാഥമിക മേഖലയുടെയും ദ്വിതീയ മേഖലയുടെയും GDP-യിലുള്ള, അതായത് നമുക്കറിയാം GDP എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള വരുമാനം, നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം. ഈ വരുമാനത്തിൽ ഓരോ സെക്ടറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. ഈ പ്രൈമറിയും സെക്കൻഡറിയുടെയും കോൺട്രിബ്യൂഷൻ കുറയുന്നു, ടേർഷറി കൂടുകയാണ് ചെയ്തത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്, ഒന്നും രണ്ടും ശരി. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എ only 1 എന്നാണ്, അത് തെറ്റാണ്. രണ്ടാമത്തത് 2 and 3, നമുക്കറിയാം 2ഉം 3ഉം ഇല്ല, 2 ശരിയാണ്, 3 തെറ്റാണ്. അപ്പൊ 3 ഉള്ളത് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ഒഴിവാക്കി കഴിഞ്ഞാൽ 1 മാത്രമല്ല 2 ഉണ്ട്. ഓപ്ഷൻ സി 192. 192 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 192 ഓൺലി, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഒരു ചോദ്യം മാച്ച് ദ ഫോളോയിങ് 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കുക. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ട് പെയർ ചെയ്തിട്ടുള്ള ഏതൊക്കെയെന്നാണ്. ഒന്ന്, 5th 5 ഇയർ പ്ലാൻ, 5ാം പഞ്ചവത്സര പദ്ധതി, റിമൂവൽ ഓഫ് പോവർട്ടിയും സ്വയം പര്യാപ്തതയും. 2, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയും. 2 പറയുന്ന 11ാം പഞ്ചവത്സര പദ്ധതി, ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. 3, 12ാം പഞ്ചവത്സര പദ്ധതി, വേഗത്തിലുള്ള സുസ്ഥിരമായിട്ടുള്ള കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ? നമുക്കറിയാം 5th 5 ഇയർ പ്ലാൻ, റിമൂവൽ ഓഫ് പോവർട്ടി അല്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഘട്ടാവോ അല്ലെ, DP ധർ മോഡൽ, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തി, ഇതെല്ലാം 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. 11ന്റെ ലക്ഷ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. 11ാം പഞ്ചവത്സര പദ്ധതി എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽ എന്നറിയപ്പെടുന്നു. അതെ, വേഗത്തിലുള്ള മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ മോഡലാണ് 12. 3ഉം തന്നെ കറക്റ്റ് ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയാലോ, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? 3ഉം കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ള പെയറുകളാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഓക്കെ അല്ലേ? അപ്പോൾ 5 കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ PSC ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 3rd നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, 5th നിന്ന് ചോദിക്കാറുണ്ട്, ദെൻ 10th, 11th, 12th. അപ്പൊ ഇത്രയും പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ചോദ്യങ്ങൾ വളരെയധികം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മറ്റുള്ളത് നോക്കണ്ടെന്നല്ല, നോക്കണം, പക്ഷെ ഇതിനെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തോണം. ഓക്കെ അല്ലേ? ഇനി പ്ലാനിങ്ങിന്റെ നീതി ആയോഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ, 2 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നീതി ആയോഗിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നീതി ആയോഗിൽ നിന്ന്, പ്ലാനിങ്ങിൽ നിന്ന് 5 ഇയർ പ്ലാൻസിന്റെ കുറച്ച്, അതായത് കുറച്ച് പ്രധാനപ്പെട്ട സെലക്റ്റീവ് ആയിട്ടുള്ള 5 ഇയർ പ്ലാൻസ് ചോദിക്കുന്നു. അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നീതി ആയോഗ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നീതി ആയോഗിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ 2 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് എ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്. ഇന്ത്യയുടെ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടും. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ? അല്ല. നമുക്കറിയാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ ആരാണ്?
പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സണും പ്രൈം മിനിസ്റ്റർ ആണ്. നീതി ആയോഗിന്റെ ചെയർപേഴ്സണും പ്രൈം മിനിസ്റ്റർ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നീതി ആയോഗ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2005 ആണോ? 2005 അല്ല. നമ്മുടെ NDA സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നീതി ആയോഗ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു എലിമിനേഷൻ പോസിബിൾ ആണല്ലേ. നിങ്ങൾക്ക് ഗസ് ചെയ്യാം അവിടെ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഡൗട്ട് അടിക്കും. ഒന്നാമത്തെ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രസിഡന്റ് ആണോ? ചില ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും. പക്ഷെ അങ്ങനെ ഡൗട്ട് അടിക്കരുത്. പ്രസിഡന്റിന് അങ്ങനെ ഒരു നീതി ആയോഗ് പോലൊരു സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ ആകാനുള്ള ഒരു അധികാരമൊന്നും പ്രസിഡന്റിനില്ല, പവറൊന്നും പ്രസിഡന്റിനില്ല. അത് പ്രധാനമന്ത്രിക്കാണുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നീതി ആയോഗിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. നീതി ആയോഗ് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്, പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷമാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം നരേന്ദ്രമോദി വരുന്നത് 2014 ശേഷമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 2005 നീതി ആയോഗ് വരാനുള്ള യാതൊരു സാധ്യതയില്ല. നീതി ആയോഗ് വന്ന 2005 2015 ജനുവരി 1 അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രണ്ടും തെറ്റാണെങ്കിൽ ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല. നെയ്തർ വൺ നോർ ടു. രണ്ടും ശരിയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നീതി ആയോഗിനെ പറ്റിയും ചോദ്യങ്ങൾ PSC വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോക്കസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളായിട്ടുള്ള 1, 2, 3, 5, 9 അല്ല 10, 11, 12 അത് കൂടാതെ നീതി ആയോഗിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് കൊടുക്കുക. ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണിത്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൺസിഡർ ചെയ്യുക. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഗ്രീൻ റവല്യൂഷൻ ടെക്നോളജി ഈസ് എ പാക്കേജ് ഓഫ് HIV സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു ഹോൾ പാക്കേജ് ആണ്. അതിനകത്ത് HIV സീഡ്സ്, ഹൈ yielding വെറൈറ്റീസ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും, ഫെർട്ടിലൈസേഴ്സും നമുക്കറിയാം വളങ്ങള്, അതുപോലെ തന്നെ ഇറിഗേഷൻ, ജലസേചനം, ഇത് മൂന്നും കൂടെ ചേർത്ത ഒരു പാക്കേജ് ആണ് ഗ്രീൻ റവല്യൂഷൻ. ശരിയല്ലേ? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മോഡേൺ ടെക്നോളജി, ജലസേചനം, ഇറിഗേഷൻ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 2, അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പ് ഇൻ 1965. നമുക്ക് അറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് അല്ലെ. 1965 അഗ്രികൾച്ചർ കമ്മീഷൻ വന്നത്? നമുക്ക് അറിയില്ല ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാം? തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. നമുക്ക് അറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് 1965 നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ട് ഇത് അധികം ആൾക്കാർ നോക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ നോക്കിയിട്ടുള്ളവരും ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. IAAP വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 1961. അതെന്താണ് ഈ IAAP? എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഠിച്ച ആൾക്കാർക്ക് അറിയാം എന്താണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ആണെന്ന് അറിയാം. പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല. അത് 1961 വന്നെന്ന് പറഞ്ഞാൽ ഒട്ടും അറിയില്ല. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയില്ല. കൺഫ്യൂഷൻ ആയല്ലോ 2, 3. അവിടെ മാറ്റി നിർത്താം കൺഫ്യൂഷൻ. നമുക്കിപ്പോൾ ആ കൂടെ ഉറപ്പുള്ള 1 മാത്രമേ ഉള്ളൂ. 4 വരാം. MS സ്വാമിനാഥൻ ഈസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഇത് നമുക്കറിയാം, ശരിയാണെന്നറിയാം. പക്ഷേ നിങ്ങൾ വായിക്കുന്നതിലാണ് പ്രശ്നം. MS സ്വാമിനാഥൻ ഈസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആണ്. അല്ലാതെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ നോർമൻ ബോർലാഗ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് തെറ്റിക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ട്. ഒന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് വായിച്ചാൽ MS സ്വാമിനാഥൻ ഈസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആണോ? അല്ല. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയാണ് MS സ്വാമിനാഥൻ. അല്ലാതെ ഡോക്ടർ നോർമൻ ബോർലാഗ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1 ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ. ഇനി ഇതിന്റെ ഓപ്ഷനിലോട്ട് പോവാം. 4 തെറ്റ്. 4 ആൻസറിൽ വരത്തില്ല. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 2, 3 നമുക്ക് അറിയില്ല. എലിമിനേഷൻ ഇവിടെ പോസിബിൾ ആണോ എന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എലിമിനേഷൻ പോസിബിൾ ആണോ? നമുക്കിവിടെ ആകെക്കൂടെ അറിയാവുന്ന 1ഉം 4ഉം മാത്രമേ ഉള്ളൂ. 2ഉം 3ഉം അറിയില്ല. 4 ഇവിടെ നോക്കിയേ. 1ാമത്തെ ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അവിടെ 4 വരുന്നില്ല. ശരി, 1 വരുന്നുണ്ട്. 2, 3 നമുക്ക് അറിയില്ല. 2ാമത്തെ ഓപ്ഷൻ നോക്കിയേ. 2, 3, 4 രക്ഷപ്പെട്ടു. കാരണം 4 തെറ്റാണെന്ന് നമുക്കറിയാം. ഈ ഓപ്ഷൻ ആൻസർ വരില്ല. അടുത്ത് നോക്കിയേ. 3, 4, 1 അവിടെ നമ്മൾ രക്ഷപ്പെട്ടു. 4 വരില്ല. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത് നോക്കിയേ. 4, 1, 2 നമുക്ക് അനുകൂലമായിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നു. 4 തെറ്റാണെന്ന് നമുക്കറിയാം. BCD എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെ ആൻസർ ഏതിലെത്തി? എയിലെത്തിയില്ലേ? നമുക്ക് ആകെ അറിയാന്നുള്ള സ്റ്റേറ്റ്മെന്റ് 1.
ഇത് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് മാത്രം അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലെത്താം. എലിമിനേഷൻ പോസിബിൾ ആണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെ എലിമിനേഷനിലെത്താം? 2, 3 നമുക്കറിയില്ല, 4 അറിയാം. അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ? പറ്റും. ബിയും സിയും ഡിയും അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അതിൽ 3-ൽ 4 ഉണ്ട്, നമുക്ക് ആൻസറിലെത്താം. ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ വരുന്ന ചോദ്യങ്ങളിൽ ഒരു ഭൂരിഭാഗം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും ഇങ്ങനെ 2-3 സ്റ്റേറ്റ്മെന്റുകൾ, 1-2 സ്റ്റേറ്റ്മെന്റുകൾ അറിഞ്ഞു വെച്ചിട്ട് മാത്രം നമുക്ക് എലിമിനേഷൻ പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്ത് എലിമിനേഷൻ പോസിബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ പരിഗണിക്കും. എലിമിനേഷൻ പോസിബിൾ ആണോ? ഓൾ ഓഫ് ദ എബോവ് ഒക്കെ വന്നാൽ എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾ ഓഫ് ദ എബോവ് ഒക്കെ റയർ കേസ് ആണ്. അതേസമയം അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവിലും നമുക്ക് ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓൾ ഓഫ് ദ എബോവ് എന്ന് നമുക്കറിയാം 4 വരുന്നുണ്ട്, ഓൾ ഓഫ് ദ എബോവ് വരില്ല. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേഷൻ പോസിബിൾ ആണ്. അതിൻ്റെ അകത്ത് ഗസ്സും കൂടെ നമ്മൾ ചെയ്യണം. ഗസ്സും കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളിപ്പോ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, നമുക്കിപ്പോ നീതി ആയോഗിന്റെ പ്രസിഡന്റ്, ചെയർപേഴ്സൺ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ നീതി ആയോഗ് 2005 വന്നു, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഗസ്സും എലിമിനേഷനും നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഗസ് ചെയ്തെടുക്കണം. വെറുതെ ഗസ് ചെയ്യല്ല, ഒരു വൈറ്റ് ഗസ് ആവരുത്. ഒരു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഗസ് ചെയ്യുക, കോമൺ സെൻസ് വെച്ച് ഗസ് ചെയ്യുക. ഇതിന് എലിമിനേഷനും കൂടെ പോസിബിൾ ആയി കഴിഞ്ഞാൽ മിക്ക ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ചോദ്യം 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ പറയണം. ഇന്ത്യസ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ, ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ബേസ്ഡ് ഓൺ ഹാരോഡ് ഡോമർ മോഡൽ. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ അല്ലെ? 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് മോഡൽ. 1ാം പഞ്ചവത്സര പദ്ധതി അഗ്രികൾച്ചർ പ്ലാൻ ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട് അല്ലെ, ഇന്ത്യയുടെ കാർഷിക പദ്ധതിയാണ്. മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇൻഡസ്ട്രിയൽ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ. ഗാഡ്ഗിൽ മോഡൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനകാര്യ ബന്ധത്തിനെ പറ്റി പറയുന്നതാണ് ഗാഡ്ഗിൽ മോഡൽ. ഡോക്ടർ DR ഗാഡ്ഗിൽ, ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിലിന്റെ ബേസ് ചെയ്തിട്ടുള്ള മോഡലാണ് 3rd 5 ഇയർ പ്ലാൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇന്ത്യയുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഹാരോഡ് ഡോമർ മോഡൽ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. GST പറ്റിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിംഗ് GST. 1, GST is a unified form of tax in India. GST എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ഫോം ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചോണേ. ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ എന്നൊക്കെ പറയുന്ന ശ്രദ്ധിച്ചോണം. GST ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. ശരിയാണ്, നമുക്കറിയാം ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്, യൂണിഫൈഡ് ആണ്. കാരണം നിലവിലുള്ള പല ടാക്സുകളും ഒരുമിച്ച് ചേർത്തുള്ള ഒരു ടാക്സ് ആണ് GST. ശരിയാണ്. GST came into force in India with effect of 1st July 2017. 2017 GST നിലവിൽ വരുന്നത്. 2017 ജൂലൈ 1 GST വരുന്നത്. ശരിയല്ലേ? 2017 ജൂലൈ 1 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും കൂടെ ചേർന്നാണ് GST ഉദ്ഘാടനം ചെയ്യുന്നത്. ശരിയാണ്. യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഇസ് എ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ. GST ആയിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് GST കൗൺസിലാണ്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണ്, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അതും ശരിയാണ്. CGST, SGST, IGST, UTGST and cess are different types of GST. ശരിയാണ്. CGST എന്ന് വെച്ചാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആൻഡ് സെസ് എന്ന് വെച്ചാൽ നികുതിക്ക് മേൽ ഏർപ്പെടുന്ന അധിക നികുതി. ഇതെല്ലാം തന്നെ GSTയുടെ ഭാഗമാണ്. GST കോമ്പൻസേഷൻ സെസ് എന്നൊരു സെസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പൊ എന്താണ്, GSTയുടെ ഭാഗമാണ്. പല ടൈപ്പ് ഓഫ് ട്രേഡുകൾക്ക്, പല ടൈപ്സ് ഓഫ് ട്രേഡുകൾക്ക് പല രീതിയിലുള്ള GST ഏർപ്പെടുത്താറുണ്ട്. ഉദാഹരണം, ഇൻട്രാ-സ്റ്റേറ്റ് ട്രേഡ്. ഒരു സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ആ സംസ്ഥാനത്തിനകത്ത് വിൽക്കുമ്പോൾ അവിടെ CGSTയും SGST ആണ് ഉണ്ടാകുന്നത്. ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ആ യൂണിയൻ ടെറിട്ടറിക്കകത്ത് വിൽക്കുമ്പോൾ അവിടെ UTGSTയും CGSTയും ആണ് ഉണ്ടാകുന്നത്. ഒരു സംസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച സാധനം മറ്റൊരു സംസ്ഥാനത്ത് വിൽക്കുമ്പോൾ അവിടെ IGST ആണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം പലതരത്തിലുള്ള GST ആണ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടുത്തെ ആൻസർ 1, 2, 3 and 4 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നീതി ആയോഗം പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. നീതി ആയോഗ് ഹാസ് നോ സച്ച് പവർ ടു ഇമ്പോസ് പോളിസീസ് ഓൺ സ്റ്റേറ്റ്, ഇറ്റ്സ് ആൻ അഡ്വൈസറി ബോഡി. സംസ്ഥാനങ്ങളുടെ മേല് പോളിസി, നീതി ആയോഗ് തയ്യാറാക്കുന്ന നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമില്ല. അത് ജസ്റ്റ് ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന വെറും ഒരു ഉപദേശക സമിതി മാത്രമാണ്. അവർക്ക് സംസ്ഥാനങ്ങളോട് പറയണം ഇന്ന ഇന്ന പോളിസികളുണ്ട്, അത് നിങ്ങൾ തയ്യാറാക്കിയാലേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് പൈസയൊന്നും തരാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയൊന്നും തരത്തില്ല എന്ന് പറയാനുള്ള അധികാരം നീതി ആയോഗിനില്ല. നീതി ആയോഗ് ജസ്റ്റ് ഒരു ഉപദേശക സമിതി മാത്രമാണ്. അതേസമയം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ പ്രീവിയസ്ലി ഹാഡ് ദ പവർ ടു ഇമ്പോസ് സ്റ്റേറ്റ് പോളിസീസ്. പ്ലാനിംഗ് കമ്മീഷന് സ്റ്റേറ്റ് പോളിസികൾ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകൾ, ആ പോളിസികൾ സംസ്ഥാനത്തിന് മേലും മന്ത്രാലയങ്ങൾക്ക് മേലും അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നീതി ആയോഗിന് മീൻസ് പ്ലാനിംഗ് കമ്മീഷന് പറയാൻ പറ്റും. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന് പോളിസികൾ ഇമ്പോസ് ചെയ്യാൻ, അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. നീതി ആയോഗിന് അത്തരത്തിലുള്ള അധികാരമില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ നികുതികളിൽ ഇന്ന് വിച്ച് ഈസ് ഓർ ആർ നോട്ട് ഇൻക്ലൂഡഡ്, കേന്ദ്ര സർക്കാർ പിരിച്ചിട്ടുള്ള നികുതികൾ ഇല്ലാത്തതായിട്ടുള്ള, ഉൾപ്പെടാത്തതായിട്ടുള്ള നികുതികൾ ഏതൊക്കെ ഇന്ന് GSTയുടെ ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ് ചോദ്യം. താഴെ 4 നികുതികൾ തരുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് എന്തിന്റെ ഭാഗമാണ്? GSTയുടെ ഭാഗമാണ്. ഇതെല്ലാം മുന്നേ കേന്ദ്ര സർക്കാരോ സംസ്ഥാനങ്ങളോ പിരിച്ചിരുന്നതാണ്. താഴെ പറയുന്നവയിൽ കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്, അതായത് കേന്ദ്രം പിരിക്കാത്ത നികുതികൾ ഏതൊക്കെയാണ് ഇന്ന് GSTയുടെ ഭാഗമായിട്ടുള്ളതെന്നാണ് ചോദ്യം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേന്ദ്രമല്ല സംസ്ഥാനം പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളാണ് ഇന്ന് GSTയുടെ ഭാഗമായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഒന്ന്, എൻട്രി ടാക്സ് ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സ് അതർ ദാൻ ലോക്കൽ ബോഡി. ലോക്കൽ ബോഡീസ് പിരിക്കുന്ന അല്ലാത്ത എൻട്രി ടാക്സുകളും എന്റർടൈൻമെന്റ് ടാക്സും. അത് ശരിയാണ്. കാരണം ഇത് സംസ്ഥാന സർക്കാരുടെ ഡ്യൂട്ടിയാണ്. എൻട്രി ടാക്സും എന്റർടൈൻമെന്റ് ടാക്സും സംസ്ഥാന സർക്കാരാണ് പിരിച്ചിരുന്നത്. എന്റർടൈൻമെന്റ് ടാക്സ് സംസ്ഥാനവും പിരിക്കുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും പിരിക്കുന്നുണ്ട്. പക്ഷെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിരിക്കുന്ന GSTയുടെ ഭാഗമല്ല. അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിരിക്കുന്ന എന്റർടൈൻമെന്റ് ടാക്സും എൻട്രി ടാക്സും ഇന്ന് GSTയുടെ ഭാഗമാണ്. അപ്പൊ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്നല്ല, സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നാണ്. അപ്പൊ ഇത് കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല. ഒന്ന് ശരി. 2, എക്സൈസ് ഡ്യൂട്ടി ലെവിഡ് അണ്ടർ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ. നമുക്കറിയാം എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരാണ് കളക്ട് ചെയ്യുന്നത്. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഒഴികെ, മദ്യപിക്കാനുള്ള മദ്യം ഒഴികെ ബാക്കി എല്ലാത്തിനും എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ തന്നെ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ, ശ്രദ്ധിക്കണം, ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, മദ്യപിക്കാനുള്ള മദ്യത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അതേസമയം മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ, മരുന്നുണ്ടാക്കാനൊക്കെ മദ്യം ഉപയോഗിക്കാറുണ്ട്, അതിന് കേന്ദ്ര സർക്കാർ തന്നെയാണ് പിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കേന്ദ്രം പിരിച്ചിരുന്ന നികുതിയാണ്, അത് ഇതിൽ വരത്തില്ല. അടുത്ത സർവീസസ് ടാക്സും കേന്ദ്രം പിരിക്കുന്നതാണ്, അപ്പൊ അതും ഇതിൽ വരത്തില്ല. ടാക്സ് ഓൺ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഇതിനെല്ലാം തന്നെ GST പിരിക്കും. ഇതെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ നികുതികളാണ്. ഇതിപ്പോ സംസ്ഥാനം പിരിച്ചിരുന്ന നികുതിയാണ് GSTയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ കേന്ദ്രം പിരിക്കാത്ത നികുതി 1 ഉം 4 ആണ്. ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 194, ഓപ്ഷൻ A 194 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇവിടെ നോക്കിയേ, കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളും സംസ്ഥാന സർക്കാർ പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളാണ് ഇന്ന് GSTയുടെ ഭാഗമായിട്ടുള്ളത്? കേന്ദ്രം പിരിച്ചിരുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഡ്യൂട്ടി ഓൺ എക്സൈസ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൺ കസ്റ്റംസ്, സർവീസ് ടാക്സ്, സെസ് ആൻഡ് സർചാർജ്, ഇതെല്ലാം കേന്ദ്രം പിരിച്ചിരുന്നതാണ്, ഇന്ന് GSTയുടെ ഭാഗമാണ്. ഇനി സംസ്ഥാനങ്ങൾ പിരിച്ചിരുന്ന സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ സെയിൽ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ലോക്കൽ ബോഡികൾ പിരിക്കുന്ന ഒഴികെയുള്ള എന്റർടൈൻമെന്റ് ടാക്സ്, ഒക്ട്രോയ് ആൻഡ് എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ടാക്സ് ഓൺ അഡ്വർടൈസ്മെന്റ്, സ്റ്റേറ്റ് സെസ് ആൻഡ് സ്റ്റേറ്റ് സർചാർജ്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചിരുന്നതാണ്, ഇപ്പം GSTയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ടും കാണാതെ തന്നെ അങ്ങ് പഠിക്കുക. ഈ ഒരു ടേബിൾ കാണാതെ പഠിച്ചിട്ട് ചോദിക്കും നിങ്ങളുടെ അടുത്ത്, കേന്ദ്രം പിരിച്ചിരുന്ന ഏതൊക്കെ നികുതി ഇപ്പം GSTയുടെ ഭാഗമാണ്, സംസ്ഥാനം പിരിച്ചിരുന്ന ഏതൊക്കെ നികുതി ഇപ്പം GSTയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഈ ടേബിൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ A ആണ്, 194. അത് രണ്ടും സംസ്ഥാനങ്ങൾ പിരിച്ചിരുന്നതാണ്. 2 ഉം 3 മാത്രമാണ് കേന്ദ്രം പിരിച്ചിരുന്ന GSTയുടെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ അല്ലേ?